class we have learned how to feed a helpless patient orally. Today we are learning enteral feeding, which is also called gastric gavage or tube feeding. Okay, you have to learn all these names: enteral feeding, gastric gavage, tube feeding. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ട്, വായിൽ കൂടെ കഴിക്കാൻ പറ്റാത്ത ആളുകളെ ട്യൂബിട്ട് ഭക്ഷണം കൊടുക്കുന്ന അല്ലേ, ഇതിന് പറയുന്ന പേരാണ് enteral feeding, gastric gavage or tube feeding. അപ്പം ഇതിന് ഈ ഫീഡിങ് കൊടുക്കണമെങ്കിൽ ആദ്യമേ നമുക്കൊരു ട്യൂബ് ഇടണം. ഈ ട്യൂബ് ഇടുന്ന പ്രൊസീജിയറിന് നമ്മൾ പറയുന്ന പേരാണ് നേസോ ഗ്യാസ്ട്രിക് ഇൻറ്റ്യൂബേഷൻ. ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ദിസ് പ്രൊസീജിയർ. Nasogastric or NG is the abbreviation used here. Intubation refers to the process of placing a soft plastic NG tube through a patient's nostril, past the pharynx and down the esophagus into the stomach. So let us see where is the NG tube. Okay. You may be confused why it is written Ryle's tube insertion here. The most common NG tube we use in our settings is called Ryle's tube. This is the company name. Okay, you can see this portion will enter through the patient's nose and it will pass through the pharynx and esophagus and it will reach the stomach. Can you observe here something which is black in color? Okay, this is metal balls. This is for detecting this NG tube position while taking an X-ray. Hope you understood. These are metal balls which can be detected if you take an X-ray of the patient in order to confirm the position of the tube. So keep this in your mind. There are metal balls in the Ryle's tube. We will get tubes without these metal balls also. So this is a common one. I wanted to just show you. And this nasogastric tube has different sizes also. You can see the color coding here. Here is the size which is expressed in the unit French. FG is used instead of French. നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങളുടെ യൂണിറ്റ്സ് പഠിക്കുന്നുണ്ട്, ml, മീറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ ട്യൂബ്സിൻ്റെ സൈസസ് നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് എന്നുള്ള യൂണിറ്റിലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കളർ അനുസരിച്ച് ഇതിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആണെന്ന് കാണാം അല്ലേ. ഇതിൻ്റെ അത് ഈ സൈസ് കൂടുന്നതിനനുസരിച്ച് ട്യൂബിൻ്റെ വലുപ്പവും കൂടി വരും. അപ്പോൾ നമ്മൾ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ 6, 8, 10 ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ആളുകൾ അഡൽട്ട്സ് യൂഷ്വലി നമ്മൾ 12, 14, 16 ഈ സൈസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി വലിയ ആളുകൾക്കേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ പർപ്പസിന് വേണ്ടി മാത്രം നമ്മൾ ഇതിലും വലിയ ട്യൂബുകൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ 12 to 16 എന്നുള്ള റേഞ്ചിലുള്ള ട്യൂബുകളാണ് അഡൽട്ട്സിന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ക്ലിനിക്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ എല്ലാം കാണാൻ പറ്റത്തില്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ട്യൂബുകളും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ nasogastric tube. ഇനി നമുക്ക് നോസ്ട്രൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഓപ്പണിംഗ് ഓഫ് അവർ നോസ്. വി ഹാവ് 2 nostrils ആൻഡ് ദിസ് ഈ ട്യൂബ് നമ്മൾ ഇടുന്നത് എപ്പോഴും മൂക്കിൽ കൂടിയാണ് മോസ്റ്റ് പ്രോബബ്ലി. കാരണം എന്തായിരിക്കും, വായിക്കൂടി ഇട്ട് അതിൽ ബൈറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സോ ദിസ് ട്യൂബ് പാസസ് ത്രൂ ദ pharynx ആൻഡ് ഇറ്റ് വിൽ ഗോ ഡൗൺ ടു esophagus ആൻഡ് ഇറ്റ് വിൽ റീച്ച് stomach. Let us just see the anatomy of it. So see, this is our mouth and this is our nose. We insert the tube through the nose. So pharynx is this much portion, that is the nasopharynx, oropharynx and the hypopharynx up to throat. From the back of the nose to up to throat is called pharynx. So it is passed through the pharynx and see this big tube is trachea or the windpipe which carries air to lungs. Back of it you can see the esophagus. It's a small tube behind the esophagus. See here. അപ്പം നമ്മുടെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ട്യൂബ് കറക്റ്റായിട്ട് ഈസോഫാഗസിലോട്ട് പോകണോ ട്രക്കിയയിലോട്ട് പോകണോ. ട്രക്കിയയിലോട്ട് പോയാൽ ഇറ്റ്സ് എ കോംപ്ലിക്കേഷൻ അല്ലേ. ട്രക്കിയയിലോട്ട് പോകാൻ പാടില്ല ഫുഡ് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഫാരിങ്സിനെ ബൈപ്പാസ് ചെയ്യുന്നു. ഇവിടെ നിന്ന് നേരെ നമ്മൾ ഈസോഫാഗസിലോട്ട് പോയിട്ടാണ് ഈ ട്യൂബ് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ത്രൂ നോസ് ബൈപ്പാസിങ് ദ ഫാരിങ്സ് ആൻഡ് ത്രൂ ഈസോഫാഗസ് ഇറ്റ് വിൽ ഗോ ടു ദ stomach. Okay, so we are placing a soft plastic tube into the stomach and it bypasses the nostril. It passes through the nostril, pharynx and down the esophagus and it reaches the stomach. Okay, let us see the purposes. To remove fluid and gas from gastrointestinal tract, GIT, it is the short form,
or which is called decompression. നമുക്കറിയാം പലർക്കും ഗ്യാസ് ട്രബിൾ ആണ്, അല്ലെങ്കിൽ വയറിൽ വെള്ളം കെട്ടി നിൽക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് we use nasogastric tube. Then to prevent nausea and vomiting after surgery, സർജറികൾക്ക് മുമ്പ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. സോ നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്ട് പെരിസ്റ്റാൾസിസ് പോലെയുള്ള മൂവ്മെൻറ്റ്സ് കുറവായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് മൂവ്മെൻറ്റ് ഇല്ലാത്തപ്പം നോസിയയ്ക്കും വോമിറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്, അത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then to treat patients with mechanical obstruction and bleeding of the upper GI tract, അപ്പം GI ട്രാക്റ്റിൻ്റെ മേളിലത്തെ പോർഷനിൽ ഇഫ് ദർ ഇസ് മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ, ഫുഡ് ഇറങ്ങി പോകത്തില്ല, അല്ലെങ്കിൽ അവിടെ ബ്ലീഡിംഗ് ഉണ്ട്, അൾസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി കൊണ്ടോ ഉണ്ടെങ്കിൽ വി ആർ നോട്ട് സപ്പോസ് ടു പ്രൊവൈഡ് ഫുഡ് ത്രൂ മൗത്ത്. അതുകൊണ്ടാണ് നമ്മൾ പേഷ്യൻറ്റിന് നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടു ഒബ്റ്റെയിൻ എ സ്പെസിമെൻ ഓഫ് ഗ്യാസ്ട്രിക് കണ്ടൻസ് ഫോർ ലാബ് സ്റ്റഡീസ്. നമുക്കിപ്പം സ്റ്റൊമക്കിലെ കണ്ടൻസിൻ്റെ ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ പേഷ്യൻറ്റിനോട് തരാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ വാട്ട് വി ഡു ഇസ് വി ഡു insert a nasogastric tube and aspirate the contents for lab studies. Then administer medications and feeding directly into GI tract. ഇപ്പം പല മരുന്നുകളും നമുക്ക് സ്മൗത്തിൽ കൂടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്റ്റോടോ അല്ലെങ്കിൽ സ്റ്റൊമക്കിലോട്ട് മരുന്നുകൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വി യൂസ് ദിസ് മെത്തേഡ്. സോ ദീസ് ആർ ദ പർപ്പസസ് ഓഫ് nasogastric intubation. Let us see the indications. ഇൻഡിക്കേഷൻസ് വെച്ച് ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ പേഷ്യൻറ്റിന് nasogastric tube ഇൻസേർട്ട് ചെയ്യുന്നത്. When patient is unable to ingest, chew or swallow food, പേഷ്യൻറ്റിന് വായി കൂടെ കഴിക്കാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ചവയ്ക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വിഴുങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ വി യൂസ് nasogastric tube feeding. Then when patient is too weak to swallow food, പേഷ്യൻറ്റിന് ആരോഗ്യമില്ല, ഭക്ഷണം ചവച്ചെടുക്കാനുള്ള ആരോഗ്യമില്ലാത്തപ്പോൾ. when patient is unable to retain food, ചില പേഷ്യൻസിന് വായിൽ എന്താ പറയുക പാരാലിസിസോ അങ്ങനെയുള്ള അതുപോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് ദേ മേ നോട്ട് റിട്ടൈൻ. നമ്മൾ വായിൽ ഫുഡ് കിടന്നാലേ ഉള്ളൂ നമുക്ക് ചവയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ. വായ വെക്കുന്ന ഫുഡ് അതുപോലെ പുറത്തേക്ക് വീണ് പോവുകയാണെങ്കിൽ ദാറ്റ് പേഷ്യൻറ്റ് കനോട്ട് retain food in the mouth, so they need NG feeding. Then surgery of mouth, throat and or esophagus, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് വായിൽ കൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. then paralysis of face or throat, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അതായത് നെർവിൻ്റെ വീക്ക്നെസ് കൊണ്ട് പേഷ്യൻ്റ് പാരാലിസിസ് ഫേസിൻ്റെയും ത്രോട്ടിൻ്റെ പാരാലിസിസ് വന്നാൽ they need nasogastric intubation and feeding. then fracture of jaw, ഈ സിമ്പിൾ ഞാനിവിടെ കാണിച്ചത് നമ്മൾ ഫ്രാക്ചറിൻ്റെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണിത്, അതുകൊണ്ടാണ് ഇത് കാണിച്ചേക്കുന്നത്. നമുക്കത് ഒഫീഷ്യലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളാണ്. ദെൻ ഫോർ എ പേഷ്യൻറ്റ് ഹു റിഫ്യൂസ്ഡ് ഫുഡ്, ഇറോം ശർമ്മളയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു മണിപ്പൂരി ആയിരുന്നു അല്ലേ, 16 വർഷം സ്പെഷ്യൽ ആർമി ആക്ടിനെതിരെ നിരാഹാര സത്യാഗ്രഹം കിടന്നയാളാണ് ഇറോം ശർമിള. മണിപ്പൂരിൽ 16 വർഷം കഴിഞ്ഞപ്പോൾ അവർ നിരാഹാര സത്യാഗ്രഹമൊക്കെ അവസാനിപ്പിച്ചു. പക്ഷേ ഈ 16 വർഷം ഇവരുടെ ജീവൻ നിലനിർത്തിയത് അവർക്ക് NG ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കൂടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ടാണ്. അപ്പം ഇങ്ങനത്തെ ആളുകളും പിന്നെ സൈക്യാട്രിക് പേഷ്യൻസൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവർ റിഫ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ മിക്കവാറും ഈ മെത്തേഡിലാണ് ഫുഡ് കൊടുക്കാറ്. സോ ദെയർ ആർ സം കോൺട്രാ ഇൻഡിക്കേഷൻസ് ടു ഗ്യാസ്ട്രിക് സർജറി, ഈസോഫാജിയൽ സർജറി. ഇതൊക്കെ നമ്മുടെ GI ട്രാക്റ്റിനെ നടക്കുന്ന സർജറികളാണ്. അൾസേഴ്സ്, നമ്മൾ വയറ്റിൽ അൾസറാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓക്കെ, അതിനാണ് എന്താ പറയുക, അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഈ ട്യൂബ് ഇടാൻ പറ്റില്ല. ഇറ്റ് മേ കോസ് ഫെർദർ ഇഞ്ചുറി. അതുകൊണ്ട് ഇതിന് പിന്നെയുള്ള ട്രക്കിയോ ഈസോഫാജിയൽ ഫിസ്റ്റുല TOF. I'll show it to you. This is the anatomy. This is the esophagus which goes through the stomach. This is the normal esophagus. This is the normal trachea or the windpipe which goes to the both lungs, and esophagus goes to the stomach. Here you can see there are some problems, right? Here is you can see an atresia. Atresia is closed down. Esophagus can be seen. Here see it is the close-up view. Here esophagus ഇവിടെ വന്നിട്ട് നിന്ന് ഈ ഭാഗം ക്ലോസ് ഡൗൺ ആണല്ലേ, it is not connected downwards. That is called esophageal atresia, and the bottom portion of the esophagus is connected to the trachea. It is so dangerous അല്ലേ. See, ഇവിടെ ഒരു മെക്കാനിക്കൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് താഴോട്ട് പോകത്തില്ല. ഇപ്പം നമുക്ക് പേഷ്യൻറ്റിൻ്റെ വയറിനുള്ളിലോട്ട് ഫുഡ് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ വാട്ട് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ പാസ് ടു ദ ട്രക്കിയ ആൻഡ് ഗെറ്റ് ആസ്പിറേറ്റഡ് ടു ലങ്സ്. ഭയങ്കര ഡേഞ്ചറസ് ആണല്ലേ. അപ്പം ട്രക്കിയോഇസോഫാജിയൽ ഹിസ്റ്ററിയുള്ള പേഷ്യൻസിന് നമുക്ക് NG ട്യൂബ് ഇൻസേർഷൻ നടത്താൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് വിൽ പാസ് അപ് ടു ദിസ് പോയിന്റ്. ഇഫ് വി യൂസ് ഫോഴ്സ് ഇറ്റ് ക്യാൻ കോസ് ഇഞ്ചുറി ഓൾസോ. മനസ്സിലായോ? ഇവിടെ ഇസോഫാജിയൽ അട്രീഷ്യ ആണ്, ഇത് ക്ലോസ് ഡൗൺ ആണ് ഈ ഏരിയ, ഇറ്റ് ഇസ് നോട്ട് കണക്റ്റഡ് ഡൗൺവേർഡ്സ്. സോ വി പാസ് ദ റൈൽസ് ടു വാട്ട് nasogastric tube through the nostrils. It will not pass after this. That's why it is
nasogastric intubation is contraindicated in tracheoesophageal fistula. Next is GI bleeding. Gastrointestinal tract bleeding ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ nasal polyps. എന്താണ് nasal polyps? See, nasal polyps എന്ന് പറഞ്ഞാൽ small growths ആണ് മൂക്കിനുള്ളിൽ വരുന്നത്. ഇത് പ്രത്യേകിച്ച് അപകടകാരിയല്ല, ബട്ട് സ്റ്റിൽ ക്രോണിക് ആയിട്ടുള്ള എന്താ പറയുക റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉള്ളവരിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ളവരിൽ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്താൽ ദർ ഇസ് ചാൻസ് ഓഫ് ഇഞ്ചുറി ആൻഡ് ബ്ലീഡിങ്. അതുകൊണ്ടാണ് പറയുന്നത് നെയ്സൽ പോളിപ്സ് ഉള്ള. നമുക്ക് അതിൻ്റെ അപ്പിയറൻസ് കണ്ടില്ലേ, കണ്ണിനുള്ളത്തുള്ളി വരുന്ന പോലെ അല്ലെ ഗ്രേപ്സിൻ്റെ ഒക്കെ ഒരു അപ്പിയറൻസ് ആണല്ലേ ഈ നെയ്സൽ പോളിപ്സിന്. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അസുഖങ്ങളുള്ളവർക്കാണ് മിക്കവാറും തന്നെ നെയ്സൽ പോളിപ്സ് കാണുന്നത്. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇടുന്നത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ എപ്പിസ്റ്റാക്സിസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് ബ്ലീഡിങ് ഫ്രം നോസ്. നമ്മളതിൻ്റെ പിക്ചേഴ്സൊക്കെ കണ്ട് പഠിച്ചതാണ്. then is facial fracture, mouth fracture ഉണ്ടെങ്കിൽ ഫ്രാക്ചർ നമ്മുടെ ഈ ട്രാക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. നെക്സ്റ്റ് സൈനസൈറ്റിസ്. നമുക്ക് പലർക്കും ഉള്ള ഒരു അസുഖമാണ് അല്ലേ സൈനസൈറ്റിസ്. നമ്മൾ സൈനസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, സൈനസൈറ്റിസിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. യു ക്യാൻ സീ വാട്ട് ഇസ് സൈനസസ്. നമ്മുടെ മൂക്കിന് ചുറ്റുമുള്ള കുറേ സ്ട്രക്ചേഴ്സ് ആണ് സൈനസസ്. നമ്മുടെ മൂക്കിന് ആവശ്യമുള്ള മ്യൂക്കസ് പ്രൊഡക്ഷൻ നടത്തുന്നത് സൈനസസ് ആണ്. നമുക്ക് ഫ്രണ്ടൽ സൈനസ് ഉണ്ട്, അതിൻ്റെ പൊസിഷൻസ് കാണാം. സ്റ്റിഫോയിഡ് സൈനസ്, എത്മോയിഡ് സൈനസ്, സെപ്റ്റം, മാക്സിലറി സൈനസ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള സൈനസ് ആണ്. വെൻ ദർ ഇസ് ഇൻഫ്ലമേഷൻ ഓർ സൈനസൈറ്റിസ് വി ക്യാൻ see this is the inflamed sinus line. There will be excessive mucus or mucus production will be there. അപ്പോൾ നമുക്കറിയാം, നമുക്ക് സൈനസൈറ്റിസ് വന്നാൽ മൂക്കിൽ കൂടെ ഒത്തിരി സെക്രീഷൻസ് ഒക്കെ വരും എന്നല്ലേ. സൈനസൈറ്റിസ് ഉള്ളവർക്ക് അത് മനസ്സിലാവും. ഈ പോർഷനിലൊക്കെ ഭയങ്കര ഹെഡ് ഏക്ക് ആയിരിക്കും, നമുക്ക് തല കുനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നെസോഗ്യാസ്ട്രിക് ഇൻറ്റുബേഷൻ ഇസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. Okay, so these are the contraindications for nasogastric intubation. Let us see the procedure next. The common equipments, a tray എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റീലിൻ്റെ ട്രേ ആണ്. പ്ലാസ്റ്റിക് ട്രേസ് ക്യാൻ ബി യൂസ്ഡ്. ട്രഡീഷണലി വി യൂസ് സ്റ്റീൽ ട്രേ. nasogastric tube of appropriate size. ഞാൻ ഓൾറെഡി നിങ്ങളെ സൈസും ട്യൂബും കാണിച്ചിരുന്നു. then kidney tray. നെക്സ്റ്റ് സ്റ്റെത്തസ്കോപ്പ്. സ്റ്റെത്തസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ ഡോക്ടർമാരും കഴുത്തിൽ തൂക്കി നടക്കുന്ന സാധനമാണ്. മാത്രമല്ല ഇത് നിങ്ങളുടെ പോക്കറ്റ് ആർട്ടിക്കിളിലൊരു മെമ്പറും കൂടിയാണ്. നിങ്ങളുടെ പോക്കറ്റ് ആർട്ടിക്കിൾസിൽ നിങ്ങൾ വാങ്ങി വെക്കേണ്ട ഒരു സാധനമാണ് സ്റ്റെത്തസ്കോപ്പ്. ദെൻ നെക്സ്റ്റ് ഇസ് ബൗൾ വിത്ത് വാട്ടർ. ഒരു ബൗളിൽ ഒരു പാത്രത്തിൽ കുഴിവുള്ള പാത്രത്തിൽ വെള്ളം വേണം. അഡ്ഹസീവ് ടേപ്പ് ആൻഡ് സിസേഴ്സ്. അത് നമുക്ക് ട്യൂബ് മൂക്കിലോട്ട് ഒട്ടിച്ച് വെക്കുന്നതിനാണ്. സിറിഞ്ചസ് 20 cc ആൻഡ് 10 cc. യൂഷ്വലി 20 cc 10 cc ആണ് തിയറിയിൽ പറയുന്നതെങ്കിൽ നമ്മൾ 10 cc സിറിഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ 20 cc പകരം നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന 50 cc സിറിഞ്ചാണ്. നെക്സ്റ്റ് ഇസ് ലൂബ്രിക്കൻറ്റ്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന KY ജെല്ലി എന്ന് പറയും. ഇതാണെങ്കിൽ ലൂബ്രിക്കൻ്റ് നമ്മൾ യൂഷ്വലി ഫ്രിക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെയും ഫ്രിക്ഷനെ മാറ്റാൻ വേണ്ടി തന്നെയാണ്. ഇതിന് ചെറിയൊരു അനസ്തെറ്റിക് ഇഫക്റ്റ് കൊണ്ടാണ് അതുകൊണ്ട് പേഷ്യൻ്റ് പെയിൻഫുൾ ആയിരിക്കില്ല പ്രൊസീജിയർ. അപ്പോൾ ട്യൂബിൻ്റെ ടിപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കൻ്റ് അല്ലെങ്കിൽ ഈ KY ജെല്ലി ഉപയോഗിക്കുന്നത്. ദെൻ മാക്കിൻടോഷ് വിത്ത് ടവൽ. നമുക്കറിയാം മാക്കിൻടോഷ് എന്ന് പറഞ്ഞാൽ റബ്ബർ ഷീറ്റാണ്. അതിൽ ടവലും കൂടെ ഇട്ടിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് പേഷ്യൻ്റ് ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ. സോ വാട്ട് ഇസ് എ പ്രിലിമിനറി അസസ്മെൻറ്റ്? പ്രിലിമിനറി അസസ്മെൻറ്റ് ചെക്ക് ഡോക്ടേഴ്സ് ഓർഡർ. ദെൻ പേഷ്യൻസ് എബിലിറ്റി ടു ഫോളോ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ പേഷ്യൻറ്റിന് പറ്റുമോ, അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ജനറൽ കണ്ടീഷൻ, വെദർ ഇറ്റ് ഈസ് ഗുഡ്, പുവർ ഓർ ഫെയർ. ദെൻ വാട്ട് ആർ ദ അവൈലബിൾ ആർട്ടിക്കിൾസ്. ഇതൊക്കെ പ്രിലിമിനറി അസസ്മെൻറ്റിൽ വരുന്നതാണ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് യൂണിറ്റ്. ഇവിടെ ഒരു ഗ്യാപ്പ് ഇടണം. ഈ ഓയും എന്നും തമ്മിലൊരു ഗ്യാപ്പ് ഇല്ലാതായിപ്പോയി ഇവിടെ, ടൈപ്പിംഗ് മിസ്റ്റേക്ക്, സോറി. ദെൻ അറേഞ്ച് ആർട്ടിക്കിൾസ് അറ്റ് ബെഡ് സൈഡ്. നമുക്ക് പേഷ്യൻറ്റിനെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി എല്ലാ ആർട്ടിക്കിൾസ് നമ്മൾ കൊണ്ടുവെക്കുക. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ടു ദ പേഷ്യൻറ്റ്. വിത്തൗട്ട് എക്സ്പ്ലനേഷൻ ടു ദ പേഷ്യൻറ്റ് വി ആർ നോട്ട് സപ്പോസ് ടു ഡു എനി പ്രൊസീജിയർ. ദെൻ പ്രൊവൈഡ് പ്രൈവസി. നമ്മൾ വേറെ പേഷ്യൻസ് ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ സ്ക്രീനൊക്കെ വെച്ച് പേഷ്യൻറ്റിനെ മറച്ച് വെക്കണം, വേറെ ആരും കാണണ്ട നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്. ദെൻ സിംഗിൾ പേഷ്യൻറ്റ് യൂസ് ചെയ്യുന്നത് എന്താ പറയുക, പ്രൈവറ്റ് റൂം ആണെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു പ്രൊവൈഡ് മച്ച് പ്രൈവസി, കീപ് ദ ഡോർ ക്ലോസ്. ദെൻ പൊസിഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. നമ്മൾ ഫൗളേഴ്സ് പൊസിഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് പൊസിഷനാണ് യൂഷ്വലി കൊടുക്കുന്നത്. കോൺട്രാഇൻഡിക്കേറ്റഡ് പേഷ്യൻ്റ് അങ്ങനെ ഇരുത്താൻ ഡോക്ടറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഫൗളേഴ്സ് പൊസിഷൻ. See, this is the position for NG tube insertion. ഇത് ഒരു ഡമ്മിയാണ്.
പേഷ്യൻ്റ് ഇങ്ങനെ സിറ്റിംഗ് പൊസിഷനിൽ ഫുൾ സിറ്റിംഗ് പൊസിഷനിലോട്ടോ അല്ലെങ്കിൽ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ എന്ന് പറയാൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഈ പേഷ്യൻ്റെ തല മുമ്പോട്ട് കുനിച്ചാണ് നമ്മൾ വെക്കുന്നത്. പേഷ്യൻ്റെ തല പുറകോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് ലങ്സിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഈ തല കുറച്ച് മുമ്പോട്ട് ടിൽറ്റ് ചെയ്ത് ഈ പൊസിഷനിലോട്ട് കുനിച്ച് നിർത്തി വെച്ചിട്ടാണ് നമ്മൾ NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. ദെൻ പ്ലേസ് മാക്കിൻടോഷ് ആൻഡ് ടവൽ അക്രോസ് ദ ചെസ്റ്റ്. ജസ്റ്റ് പേഷ്യൻറ്റിൻ്റെ നെക്കിന് താഴെയായിട്ട് വെക്കും. പിന്നെ റിമൂവ് ഡെഞ്ചേഴ്സ്. പേഷ്യൻറ്റിന് വെപ്പ് പല്ലാണെങ്കിൽ അത് മാറ്റി വെക്കുക. ഡെഞ്ചേഴ്സ് എന്ന് പറയുന്നത് വെപ്പ് പല്ലിനാണ്. അത് ഉണ്ടെങ്കിൽ മാറ്റി വെക്കുന്നത് ഡിസ്ലോഡ്ജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ പ്രൊസീജിയർ ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ്. ദെൻ ക്ലീൻ ദ നോസ്ട്രൽസ്. പേഷ്യൻറ്റിൻ്റെ 2 നോസ്ട്രൽസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ദ പ്രൊസീജിയർ. വി ഹാവ് ടു വാഷ് ഹാൻഡ്സ്. ഗ്ലൗസ് ആർ ഓപ്ഷണൽ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വി വിൽ യൂസ് ഗ്ലൗസ് അല്ലേ. അല്ലെങ്കിൽ വേറെ ഇൻഫെക്റ്റീവ് ഡിസീസസ് ഒന്നും അല്ലാത്ത പേഷ്യൻ്റ് ആണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദെൻ ഡു ദ മെഷർമെൻറ്റ്. നമ്മളെപ്പോഴും ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അത് മുഴുവനും കൂടെ നമുക്ക് അങ്ങോട്ട് പേഷ്യൻറ്റിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ദ ട്യൂബ് വിച്ച് ഷുഡ് ബി ഇൻസേർട്ടഡ്. സോ എങ്ങനെ അത് നമ്മൾ മെഷർ ചെയ്യുന്നത്? ദ ലെങ്ത് ഓഫ് ദ ട്യൂബ് ഫ്രം ദ നോസ് ടു ഇയർ ലോബ്. മൂക്കിൽ നിന്ന് ഇയറിൻ്റെ ലോബ് വരെ. ആൻഡ് ഫ്രം ഇയർ ലോബ് ടു സിഫോയിഡ് പ്രോസസ് ഓഫ് ദ സ്റ്റേണം. നമ്മളിത് മെഷർ ചെയ്തിട്ട് ഈ ഡിസ്റ്റൻസിന് നമ്മളൊരു പീസ് ഓഫ് ടേപ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാർക്കർ വെച്ചോ മാർക്ക് ചെയ്ത് വെക്കണം. ലെറ്റ് us see this with the help of a picture. NEX എന്ന് പറയുന്ന നോസ്, ഇയർ ലോബ് ആൻഡ് സിഫോയിഡ്. ദിസ് ഈസ് ദ ടിപ്പ് ഓഫ് ദ നോസ്. ഫ്രം ഹിയർ ടു ഇയർ ലോബ് വി ഹാവ് ടു മെഷർ ഫസ്റ്റ്. ദെൻ ഫ്രം ഇയർ ലോബ് ടു ദിസ് ഈസ് എ സിഫോയിഡ് പ്രോസസ് ഓഫ് അവർ സ്റ്റേണം. ദിസ് ഈസ് എ സ്റ്റേണം ഓർ നമ്മൾ എന്താ പറയുക ചെസ്റ്റ് ബോൺ എന്ന് പറയും അല്ലേ. അതിൻ്റെ ഈ ഏറ്റവും താഴത്തെ പോർഷനിലുള്ള ഈ കോൺ ഷേപ്പിലുള്ള പോർഷനാണ് നമ്മുടെ സിഫോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ വി മെഷർ ഫ്രം ദ നോസ് ടിപ്പ് ടു ഇയർ ലോബ്. ദെൻ ഫ്രം ദയർ ടു, ഇത് വിടരുത്, ഇവിടെ വരെ മെഷർ ചെയ്തു, അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് മെഷർ ചെയ്യണം. ഇത് കൃത്യമായിട്ട് ഈ പിക്ചറിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും. സോ ഈ ട്യൂബ് കറക്റ്റായിട്ട് പേഷ്യൻറ്റിൻ്റെ സ്റ്റൊമക്കിലെത്താൻ വേണ്ട ലെങ്ത് ഇതാണ്. ഇവിടെ എഴുതിയേക്കുന്ന കണ്ടോ, സം ട്യൂബ്സ് മേ ബി പ്രീ മെഷേർഡ് ബട്ട് ദിസ് മേ നോട്ട് കോറിലേറ്റഡ് എക്സാക്ട്ലി വിത്ത് ദ മെഷർമെൻറ്റ് ഒബ്റ്റെയിൻ. എന്തുകൊണ്ടായിരിക്കും? ഓരോ പേഷ്യൻറ്റിൻ്റെയും എന്താ പറഞ്ഞ നീളം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം പ്രീ മെഷേർഡ് ആയിട്ടുള്ള ട്യൂബുകൾ എപ്പോഴും ആപ്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഈവൻ പ്രീ മെഷേർഡ് ആണെങ്കിലും വി ഹാവ് ടു മെഷർ ഇറ്റ് അഗെയിൻ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. വാട്ട് നെക്സ്റ്റ്? അപ്ലൈ എ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ സോലബിൾ ലൂബ്രിക്കൻറ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ ട്യൂബ്. നമ്മളൊരു ഗോസ് പീസ് വല്ലതും എടുത്തിട്ട് അതിലോട്ട് അല്പം ഈ ജെല്ലി, നമ്മൾ നേരത്തെ കണ്ട് ജെല്ലി എടുത്തിട്ട് അത് ഈ ട്യൂബിൻ്റെ ടിപ്പിലോട്ട് അപ്ലൈ ചെയ്യും. ഹോൾഡ് ദ ട്യൂബ് കോയിൽഡ് ഇൻ റൈറ്റ് ഹാൻഡ്, ഡോമിനൻറ്റ് ഹാൻഡ് ആൻഡ് ഇൻസേർട്ട് ദ ട്യൂബ് ത്രൂ ദ നോസ്ട്രൽ. അതായത് ഇൻസേർട്ട് ചെയ്യേണ്ട ഭാഗം മാത്രം നീട്ടി വെച്ചിട്ട് ബാക്കി നമ്മൾ ചുറ്റി വെക്കും നമ്മുടെ കയ്യിൽ. കാരണം അത് തൂങ്ങിക്കിടന്നിട്ടുണ്ട്, അത് അഴുക്കാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇത് പ്രൊസീജിയറായിട്ട് കാണിച്ചാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. Then when the tube reaches pharynx, അതായത് ബാക്ക് ഓഫ് ദ ത്രോട്ടിൽ, there will be gag reflex. ഗാഗ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു വിരൽ വെച്ച് തൊണ്ടയുടെ പുറകിൽ കുത്തിയാൽ പെട്ടെന്ന് നമുക്ക് ഗാഗ് റിഫ്ലെക്സ്, നമുക്ക് ചുമയ്ക്കുന്ന പോലെ വരും, നമ്മുടെ ആ ഫാരിങ്സ് മൊത്തം കൺട്രാക്റ്റഡ് ആകും. വേണ്ട, ഞങ്ങൾക്ക് ഇതിനെ താഴോട്ട് ഇറക്കി വിടണ്ടെന്ന് പറയും അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ട്യൂബ് ചെല്ലുമ്പോൾ ഇതുപോലെ തന്നെ ഗാഗ് റിഫ്ലെക്സ് വരും. അപ്പം അലൗ ദ പേഷ്യൻറ്റ് ടു റെസ്റ്റ്. അപ്പോൾ അതൊരു ഫോറിൻ ബോഡിയാണ്. അപ്പം നമ്മുടെ ഫാരിങ്സ് കൺട്രാക്റ്റ് ആവും ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ചോക്കിംഗ്. അപ്പം ആ സമയത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കണം. ദെൻ ഇൻസ്ട്രക്ട് പേഷ്യൻറ്റ് ടു ഫ്ലെക്സ് ഹെഡ് സ്ലൈറ്റ്ലി ടുവേർഡ്സ് ദ ചെസ്റ്റ് ആഫ്റ്റർ ഇറ്റ് ഹാസ് പാസ്ഡ് ത്രൂ ദ നാസോ ഫാരിങ്സ്. അതായത് മൂക്കിൻ്റെ ഇതിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞിട്ട് ത്രോട്ടിൽ എത്തുമ്പോഴത്തേക്ക് അല്പം തല മുമ്പോട്ട് കുനിയണം. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അതെന്തിനാണെന്ന്. ദെൻ ഗിവ് സിപ്സ് ഓഫ് വാട്ടർ ആൻഡ് ആസ്ക് ടു സ്വാളോ ആൻഡ് അഡ്വാൻസ് ട്യൂബ് അലോങ് വിത്ത് ഇറ്റ്. നമ്മൾ ഇത്തിരി വെള്ളം പേഷ്യൻ്റെ വായിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് വിഴുങ്ങാൻ പറയണം. അപ്പം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, സിപ്സ്, കുറച്ച് ഡ്രോപ്സ് മാത്രം. അത് വിഴുങ്ങുന്ന കൂട്ടത്തിൽ ട്യൂബും അതിൻ്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോകുന്നത് ഈസി ആക്കാൻ വേണ്ടിയാണ്, പേഷ്യൻ്റെ ഇറിറ്റേഷൻ കുറയ്ക്കാൻ. മേക്ക് ഷുവർ ദാറ്റ് ട്യൂബ് ഈസ് ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്ത് വെച്ചേക്കുന്ന മാർക്ക് ചെയ്ത് വെക്കുന്ന ഭാഗം വരെ എത്തിക്കഴിയുമ്പോൾ മൂക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ഇൻസേർഷൻ നിർത്തണം. എന്നിട്ട് പിന്നെ നമ്മൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ട്യൂബ് ഈസ് ഇൻ ദ സ്റ്റൊമക്ക് അല്ലേ. അതിന് 3 മാർഗങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ബൈ ആസ്പിറേറ്റിംഗ് stomach contents with a syringe. അതായത് നമ്മൾ ആ ട്യൂബിൻ്റെ അറ്റത്ത്, ഇപ്പോൾ ട്യൂബിൻ്റെ മറ്റേ പോർഷൻ പുറത്താണ്, ബാക്കി പോർഷൻ എല്ലാം അകത്താണ്. അപ്പോൾ ഈ അറ്റത്ത് വെച്ച് നമ്മളൊരു 10 ml സിറിഞ്ച് ഓൾറെഡി എടുത്തായിരുന്നു, അത് വെച്ച് നമ്മൾ വിഡ്രോ ചെയ്ത് നോക്കണം. അപ്പോൾ സ്റ്റൊമക്ക് കണ്ടൻസ് നമുക്കറിയാം, അതിൻ്റെ അകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡും യെല്ലോ ഫ്ലൂയിഡൊക്കെ ഉണ്ട്. അതാണ് തിരിച്ച് കയറി വരുന്നത്. വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റൊമക്ക്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രോ അപ്രോക്സിമേറ്റ്ലി 10 ml of air in a syringe and place
stethoscope over the stomach and inject air through the tube. A rushing sound is heard if it is in the stomach. അതായത് നമ്മളൊരു സിറിഞ്ചിൻ്റെ അകത്ത് 10 to 15 ml എയർ എടുത്തിട്ട് അതിനെ ഈ ട്യൂബിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മളൊരു സ്റ്റെതസ്കോപ്പ് നമ്മുടെ ചെവിയിലോട്ട് വെച്ചിട്ട് സ്റ്റൊമക്കിൻ്റെ മുകളിൽ അമർത്തി വെക്കും. എന്നിട്ട് ഈ എയർ ട്യൂബിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ എയർ മുഴുവനോടെ വയറിലോട്ട് റഷ് ചെയ്യുന്നൊരു അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം, കാണിച്ചു തരാം നിങ്ങൾക്ക് കോളേജിൽ വരുമ്പം. അപ്പം അതിൻ്റെ അർത്ഥം ഇഫ് ദ എയർ എൻറ്റേഴ്സ് ദ സ്റ്റൊമക്ക്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ദ ട്യൂബ്, ദ ടിപ്പ് ഓഫ് ദ ട്യൂബ് ഈസ് ഇൻ ദ സ്റ്റൊമക്ക്. What next? Next is place the tip of the tube in a bowl filled with water. If continuous bubbling is there, that means the placement is wrong. Placement of tube is in lungs. See? So, അതായത് നമ്മൾ ഒരു ബൗളിൽ വെള്ളം എടുത്തു, ഈ ട്യൂബിൻ്റെ ടിപ്പ് അതിനടുത്തോട്ട് ഇറക്കിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബബിൾസ് വരികയാണ്. അത് ഉറപ്പാണ് ഈ ട്യൂബ് അകത്തോട്ട് പോയി സ്റ്റൊമക്കിലോട്ടുള്ളത് ലങ്സിലല്ല ഈ എയർ മുഴുവൻ. അപ്പം നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് ബബിൾസ് വന്നുകൊണ്ടിരിക്കും. ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു റിമൂവ് ദ ട്യൂബ്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു റിമൂവ് ദ ട്യൂബ്. If it is in the stomach, there won't be any bubbling and water will be calm and quiet. We will not see any disturbance. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇൻഡിക്കേറ്ററും കൂടെ ഉണ്ട്. ലങ്സിലാണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് കണ്ടിന്യൂസ്ലി ചുമയ്ക്കും നമ്മൾ ട്യൂബ് ഇട്ട് കഴിയുമ്പം, കേട്ടോ. ദെൻ ഹൗ വി കൺഫർമേഷൻ ക്യാൻ ബി ഡൺ വിത്ത് എക്സ്റേ. ഇതുകൊണ്ടൊന്നും നമ്മൾ തൃപ്തരല്ലെങ്കിൽ നമ്മളൊരു എക്സ്റേ എടുക്കും. ഞാൻ നേരത്തെ റയൽസ് ട്യൂബ് കാണിച്ചപ്പം നമ്മൾ കണ്ടായിരുന്നു, അതിൻ്റെ അറ്റത്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു ഒരു 3 മെറ്റാലിക് ബോൾസ് ഉണ്ട്. അപ്പം എക്സ്റേ എടുക്കുമ്പോൾ ഈ ബോൾസ് മാത്രമാണ് നമുക്ക് എക്സ്റേയിൽ കാണാൻ പറ്റും, അത് മെറ്റാലിക് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ദ ടിപ്പ് ഓഫ് ദ ട്യൂബ് ഈസ് ഇൻ ദ സ്റ്റൊമക്ക്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ഫിക്സിങ് ദ ട്യൂബ് വിത്ത് ദ സ്റ്റൊമക്ക്. ഇതാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. നോസിലോട്ട് നമുക്ക് ഈ ടൈപ്പ് പ്ലാസ്റ്റർ ഒന്നും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ലഭ്യമാവണമെന്നില്ല. ബട്ട് ദിസ് ഈസ് ദ മെത്തേഡ് വി ഫിക്സ്. നമ്മളൊരു നോർമൽ ടേപ്പ് കൊണ്ടാണെങ്കിലും മൂക്കിലോട്ട് ഒട്ടിച്ച് വെക്കും. ചില ആളുകൾ ഫേസിൻ്റെ സൈഡിൽ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ നോൺ ഇറിറ്റേറ്റിംഗ് പ്ലാസ്റ്റർ വെച്ചിട്ട് ഫേസിൻ്റെ സൈഡിലാണ് ഒട്ടിച്ച് വെക്കാറ്. അതിൻ്റെ പിക്ചർ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദാറ്റ് ഈസ് ഫിക്സ്ഡ് വിത്ത്. അപ്പം നമ്മുടെ ആ പ്രൊസീജിയർ കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ആഫ്റ്റർ കെയർ. ഓഫർ എ മൗത്ത് വാഷ്. പേഷ്യൻ്റെ വായിലെല്ലാം ജെല്ലിയുടെ ഒക്കെ അംശങ്ങൾ വരും, കാരണം നമ്മൾ മൂക്കിക്കൂടെ ഇട്ടെങ്കിൽ അത് ഓറോഫാനിക്സ് വഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു മൗത്ത് വാഷ് ഓഫർ ചെയ്യുക പേഷ്യൻറ്റിന്. റിമൂവ് ദ മാക്കിൻടോഷ് ആൻഡ് ടവൽ. മേക്ക് പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആൻഡ് ഒബ്സർവ് ഫോർ എനി ഡിസ്കംഫോർട്ട്. പിന്നീട് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം, അതുകൊണ്ട് ഓൾവേസ് ഒബ്സർവ് ഫോർ എനി ഡിസ്കംഫോർട്ട്. നമുക്ക് പേഷ്യൻറ്റോടേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ദെൻ റീപ്ലേസ് യുവർ ആർട്ടിക്കിൾസ്, വാഷ് ഹാൻഡ്സ്, ഡു റെക്കോർഡിംഗ്. നമ്മൾ സമയവും ഡേറ്റും ഒക്കെ ഇട്ടിട്ട് എപ്പോഴാണ് റൈൽസ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് എഴുതണം. കാരണം അത് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യേണ്ടതാണ് അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ പോളിസി. പലയിടത്തും 3 weeks ചിലപ്പോൾ 1 month ഈ ട്യൂബ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്, പഴയ ട്യൂബ് ഊരി കളഞ്ഞിട്ട് പുതിയതിടുന്നത്. പിന്നെ ആർട്ടിക്കിൾസ് റീപ്ലേസ് ചെയ്യുമ്പോൾ ഓൾവേസ് റിമെമ്പർ വാഷ്, ഡ്രൈ ആൻഡ് റീപ്ലേസ്. ഓക്കെ, ആൻഡ് ദർ ആർ സം കോമൺ പോയിന്റ്സ് ടു റിമെമ്പർ. റിമൂവ് ഡെഞ്ചേഴ്സ് ബിഫോർ ഇൻസേഷൻ. അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ദെൻ ലൂബ്രിക്കേറ്റ് ദ ട്യൂബ് ബിഫോർ ഇൻസേഷൻ, അതും പറഞ്ഞിരുന്നു, ഇൻ ഓർഡർ ടു അവോയ്ഡ് ഫ്രിക്ഷൻ. ദെൻ ഇവിടെ വേറൊരു പോയിന്റ് കൂടെ പറയുന്നത്, വൈൽ റിമൂവിങ് ദ ട്യൂബ് പിഞ്ച് ഇറ്റ് ആൻഡ് പുൾ ഔട്ട് സ്ലോലി. അതായത് നമ്മളിപ്പോൾ ട്യൂബ് റിമൂവ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരറ്റം അടച്ചു പിടിച്ചിട്ട് വേണം, അല്ലെങ്കിൽ മറ്റേ അറ്റം കിടക്കുന്നത് സ്റ്റൊമക്ക് കണ്ടൻസിലാണ്. നമ്മളത് ഊരിയെടുക്കുമ്പം മറ്റേ അറ്റം കൂടെ തുറന്നിടാം, അത് മുഴുവൻ പുറത്തേക്ക് ഒഴുകിപ്പോവും. അതുകൊണ്ട് അത് പിഞ്ച് ചെയ്ത് തന്നെ റിമൂവ് ചെയ്ത് ഡസ്റ്റ്ബിന്നിൽ ഇടണം, ഇൻ ഓർഡർ ടു അവോയ്ഡ് സോയിലിംഗ്. ദെൻ ഡു നോട്ട് ഫോഴ്സ് വെൻ ഇൻസേർട്ടിങ് ദ ട്യൂബ് ആസ് ഇറ്റ് മേ കോസ് ഇഞ്ചുറി. അപ്പോൾ നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് സ്മൂത്തായിട്ട് പോകുന്നില്ലെങ്കിൽ അത് തള്ളിക്കയറ്റാൻ ശ്രമിക്കരുത്, ഇറ്റ് ക്യാൻ കോസ് ഇഞ്ചുറി. Okay, this is the procedure for nasogastric intubation. Okay, well, now we have inserted a tube. Let us see let us give the feeding then. Right? You are ready? Okay. അതും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്യേണ്ട procedures ആണ്. It is gastric gavage or tube feeding. And its definition is, it's an artificial method of giving fluids and nutrients through a tube that has passed into esophagus and stomach through the nose, mouth, or through an opening made on the abdominal wall when oral intake is inadequate or impossible. So നമ്മൾ ഓൾറെഡി നെസോഗ്യാസ്ട്രിക് ഇൻറ്റുബേഷൻ ഡെഫിനിഷൻ പഠിച്ചായിരുന്നു, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു ട്യൂബ് പാസ് ചെയ്തിട്ട് അതിൽ കൂടി ഫുഡ് കൊടുക്കുന്നു എന്ന്. ഇത് നമ്മൾ ഒരെണ്ണോടെ പറഞ്ഞു, ആൻഡ് ഓപ്പണിംഗ് മെയ്ഡ് ഓൺ ദ അബ്ഡോമിനൽ, അതിന് ഗ്യാസ്ട്രോസ്റ്റമി എന്നാണ് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിംഗ് ആണ് നമ്മൾ അടുത്ത് പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമുക്ക് മൂക്കിൽ കൂടെ ഈ നെസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ അബ്ഡോമിനൽ വാളിൽ
ഓപ്പണിംഗ് ഉണ്ട്, സർജിക്കൽ ഓപ്പണിംഗ് ഉണ്ട്, അതിൽ കൂടെ ട്യൂബ് ഇൻസേർട്ട് നമ്മൾ ഫീഡ് കൊടുക്കുക. അതിന് ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിംഗ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വെൻ ഓറൽ ഇൻടേക്ക് ഈസ് ഇൻഅഡിക്വേറ്റ് ഓർ ഇമ്പോസിബിൾ. അതിന് വേറൊരു സിമ്പിൾ ഡെഫിനേഷനും കൂടെയുണ്ട്. A means of providing liquid nourishment through a tube into the GI tract when client is unable to take food or any nutrients orally. ഒരു ട്യൂബ് ഇട്ടിട്ട് GI ട്രാക്റ്റിലോട്ട് ഫുഡുകൾ കൊടുക്കുന്നു പേഷ്യൻറ്റിന് നോർമലി എടുക്കാൻ പറ്റാത്തപ്പോൾ. And the purposes are to provide adequate nutrition, to give large amounts of fluids or therapeutic purposes. നമുക്ക് ഒത്തിരി ഫ്ലൂയിഡ് ഒരുമിച്ച് വായിക്കൂടെ കുടിക്കാൻ പറ്റാത്തപ്പോൾ. ഓക്കെ. Then to avoid dangers of parenteral nutrition. Parenteral nutrition നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൂടെ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനാണ് പാരൻറ്റൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. വെൻ പേഷ്യൻറ്റ് ഈസ് അൺഎബിൾ ടു ടേക്ക് ഫുഡ് ഓറലി ആൻഡ് വെൻ നേസോഗ്യാസ്ട്രിക് ഫീഡിംഗ് ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഓർ നോട്ട് ടോളറേറ്റഡ് ദെൻ വി ഡിപ്പെൻഡ് ഓൺ പാരൻറ്റൽ ന്യൂട്രീഷൻ. അതായത് ബ്ലഡ് വെസൽസിലോട്ട് നേരിട്ട് ഫുഡ് കൊടുക്കും. ഇൻഡിക്കേഷൻ ഇതാണ് ഇതിൻ്റെ പർപ്പസസ്. ഇതിൻ്റെ ഒത്തിരി ഡേഞ്ചേഴ്സ് ഉണ്ട്, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേസോഗ്യാസ്ട്രിക് ഫീഡിംഗ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ഇവിടെ പറയുന്നത്. നേസോഗ്യാസ്ട്രിക് ഫീഡിങ്ങിൻ്റെ ഇൻഡിക്കേഷൻസ് ആ പ്രീമച്യൂർ ബേബീസ്, കുഞ്ഞു കുട്ടികൾ, മാസം തികയാതെ കുട്ടികൾക്ക് ഫീഡ് കൊടുക്കാൻ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. അവർക്ക് എക്സ്പ്രസ് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് ആണെങ്കിൽ നമ്മൾ ഈ ട്യൂബിൽ കൂടെ കൊടുക്കും, ബിക്കോസ് ദേ കനോട്ട് സക്ക് ഓൺ ബ്രസ്റ്റ്. ദെൻ അൺകോൺഷ്യസ് പേഷ്യൻസിന് വേറൊരു മാർഗ്ഗവും ഇല്ല. ദെൻ സെമി കോൺഷ്യസ് പേഷ്യൻസ് ഓൾസോ. ദെൻ ഡിലീരിയസ് പേഷ്യൻസ്, നമുക്കറിയാം കോൺഷ്യസ്നെസ്സിനും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പേഷ്യൻസും ആൽക്കഹോൾ വിത്ഡ്രോവലൊക്കെ നമ്മൾ നേരത്തെ ഡിലീരിയം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പം ആൽക്കഹോൾ വിത്ഡ്രോവലുള്ള പേഷ്യൻസിനൊന്നും നേരെ ചൊവ്വേ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, അവർ റിഫ്യൂസ് ചെയ്യുമായിരിക്കും. അവർ വിത്ഡ്രോവൽ സിംറ്റംസ് ആണ്, അവരുടെ കോൺഷ്യസ്നെസ്സിനെയും അവരുടെ കംഫോർട്ടിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഡിലീരിയം. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ വി ഡിപ്പെൻഡ് ഓൺ NG tube feeding. Patients who are in coma, then patients with surgery of neck and face who cannot take food orally. Then if there is paralysis of face and throat, patient may not be able to take food orally, they also depend on NG tube feeding. Then patients on mechanical ventilation, അതായത് തന്നെ ശ്വാസം എടുക്കാൻ പറ്റാതെ വെന്റിലേറ്ററിലെന്ന് നമ്മൾ പറയില്ല, അങ്ങനത്തെ പേഷ്യൻസിനും we give NG feeding. We have 3 methods of administration. First one is continuous feeding. It is drip method. അതായത് നമുക്കറിയാം നമ്മൾ ഗ്ലൂക്കോസ് കയറ്റുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഡ്രിപ്പ് മെത്തേഡിൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 24 മണിക്കൂറോട്ട് കൊടുക്കേണ്ട ഫുഡെല്ലാം കൂടെ ഒരു ചേമ്പറിലാക്കും, അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്താക്കിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഈ നേസോഗ്യാസ്ട്രിക് ട്യൂബിനോട് കണക്ട് ചെയ്തിട്ടേക്ക്. അപ്പോൾ 24 hour കൊണ്ട് തീരത്തുള്ളൂ. ദാറ്റ് ഇസ് ഡ്രിപ്പ് മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ഇൻ്റർമിറ്റൻറ്റ് മെത്തേഡ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കാണ് കൊടുക്കുന്നത്. ഇതും ഡ്രിപ്പ് മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 400 ml ഫ്ലൂയിഡ് 5 തവണയായിട്ട് കൊടുക്കും. അപ്പോൾ ആ 400 ml തീർന്ന് കഴിയുമ്പോൾ നമ്മളിത് അടച്ചു വെക്കും. പിന്നെ എന്താ പറയുക, ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ 400, അങ്ങനെ 5 തവണയായിട്ട് കംപ്ലീറ്റ് ഫീഡ് പേഷ്യൻറ്റിന് കൊടുക്കും. നെക്സ്റ്റ് ഇസ് ബോളസ് ഫീഡിങ്. അതാണ് കോമൺ വൺ, നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അതായത് നമ്മൾ സിറിഞ്ച് ഉപയോഗിച്ച് പേഷ്യൻറ്റിൻ്റെ ട്യൂബിലോട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ കൂടെ ഫുഡ് ഒഴിച്ചു കൊടുക്കുന്ന മെത്തേഡാണ് ബോളസ് ഫീഡിങ്. ലെറ്റ് us see the procedure. The general instructions are give mouthwash frequently. പേഷ്യൻ്റ് വായിൽ കൂടെ ഒന്നും എടുക്കുന്നില്ലെങ്കിൽ കൂടി പേഷ്യൻറ്റിന് വായിൽ നിന്ന് ഓർഡർ അല്ലെങ്കിൽ ബാഡ് സ്മെല്ല് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല, മൗത്ത് വാഷ് ഫ്രീക്വൻ്റ്ലി കൊടുത്തില്ലേ പേഷ്യൻ്റെ പല്ലിനെ അത് അഫക്റ്റ് ചെയ്യും. സോ ഗീവ് മൗത്ത് വാഷ് ഫ്രീക്വൻ്റ്ലി if the patient is on NG tube feeding. Maintain IO chart, intake output chart. എന്തുമാത്രം ഫുഡ് പേഷ്യൻറ്റിന് കൊടുത്തു, എന്തുമാത്രം പേഷ്യൻറ്റ് യൂറിൻ ഔട്ട്പുട്ടും അല്ലാതെയുള്ള ഔട്ട്പുട്ടുകളും ഉണ്ടായിരുന്നുള്ള എഴുതി വെക്കുന്ന ചാർട്ടിനാണ് IO ചാർട്ട് എന്ന് പറയുന്നത്. ദെൻ അവോയ്ഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് എയർ ഇൻ ടു സ്റ്റമക്ക്. നമുക്ക് ട്യൂബിക്കട കൊടുക്കുമ്പം എപ്പോഴും എയർ ഫ്രീ ആയിരിക്കണം ട്യൂബ്, നമ്മളത് സൂക്ഷിക്കണം. അല്ലെങ്കിൽ പേഷ്യൻ്റെ വയറ്റിലോട്ട് നമ്മൾ എയർ എൻട്രി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് ഡിസ്റ്റൻഷൻ വരും, പിന്നെ ഡിസ്കംഫോർട്ട് വരും, ഇൻഡൈജഷൻ വരും, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. Then feeding can be given at an interval of 2 hours, 3 hours or 4 hours. അതായത് ഗ്യാപ്പിൻ്റെ കാര്യം പറയുന്നത്. 10 മണിക്ക് കൊടുത്താൽ നമുക്ക് 12 മണിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 10 മണിക്ക് കൊടുത്താൽ 1 മണിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 10 മണിക്ക് കൊടുത്താൽ നമുക്ക് 2 മണിക്ക് കൊടുക്കാം. 2 hour, 3 hour, 4 hour ഗ്യാപ്പിൽ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും. പക്ഷേ എമൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം. 150 to 300 ml ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കുന്നത്. അപ്പോൾ 2 hourൽ കൊടുക്കുകയാണെങ്കിൽ 300 ml വെച്ച് കൊടുക്കരുത്, 150 to 200 നിർത്തണം. 3 hour ആണെങ്കിൽ നമുക്കൊരു 250 ഒക്കെ വരെ മാക്സിമം കൊടുക്കാം. 4 hour ഇൻ്റർവെല്ലാണ് നമുക്ക് 300 ml ധൈര്യമായിട്ട് കൊടുക്കാം. ഇപ്പം യൂഷ്വലി 2 hourൽ നമ്മളൊരു 150-200 നിർത്തണം, അല്ലെങ്കിൽ ഓവർ ഫീഡിങ് ആയി പോകും. ദെൻ വേറെ ജനറൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ഒബ്സർവ് ഫോർ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് പിന്നെ പറയാം. അപ്പം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതും ഒബ്സർവ് ചെയ്യണം. ഇതൊക്കെയാണ് ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ പറയുന്നത്. Okay, let us see the preliminary assessment. First one is as usual, check the doctor's order, identify the patient. അതായത് പലർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്. പലപ്പോഴും നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും കോമൺ വാർഡുകളിലൊക്കെ നമുക്ക് കാണാം ഒരേ പേരിലുള്ള 2 പേഷ്യൻറ്റിനൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പേഷ്യൻ്റ് IP നമ്പറും ഏജും ഒക്കെ വെച്ചിട്ട് പേഷ്യൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം.
then assess the level of consciousness of the patient. LOC എന്ന് പറയും, level of consciousness, how much conscious the patient is. Then check whether the feed is ready at hand. നമ്മളെ എല്ലാ പേഷ്യൻസിനും എല്ലാ ഹോസ്പിറ്റലുകളിലും എല്ലാ പേഷ്യൻസിനും ഫീഡ് കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്നല്ല. ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ we are responsible for that. Otherwise the bystander should keep it ready. We have to inform them about that. അപ്പോൾ അത് ചെക്ക് ചെയ്യണം, ഫുഡ് റെഡി ആയിട്ട് അവരുടെ അടുത്തുണ്ട്, അതായത് നോർമൽ ടെമ്പറേച്ചറിലൊക്കെ ആയിരിക്കണം ഫുഡ്. Then check the articles which is available in the unit. Then how we will prepare the patient and the environment. Explain procedure to the patient, then provide privacy and position the patient. നമ്മൾ പൊസിഷൻ ഒക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞ് ഏത് പൊസിഷനിലാണ് പേഷ്യൻറ്റിനെ വെക്കുന്നത്. Then keep the Macintosh with the towel around the neck and arrange the articles at bedside. What are the equipments then? Equipments same. NG ഇൻറ്റുബേഷൻ നമ്മൾ കണ്ടു, നേസോ ഗ്യാസ്ട്രിക് ഇൻറ്റുബേഷനിൽ കണ്ട ആർട്ടിക്കിൾസ് തന്നെയാണ് വേണ്ടത് ഇവിടെയും. കാരണം നമ്മൾ യൂഷ്വലി നിങ്ങൾക്കിപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുവാണ് NG ഇൻറ്റുബേഷൻ, അപ്പോൾ NG ഇൻറ്റുബേഷൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ് നേസോ ഗ്യാസ്ട്രിക് ഫീഡിങ് എങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങൾ NG ഇൻറ്റുബേഷനെ കുറിച്ച് എഴുതിയിട്ട് വേണം NG ഫീഡിങ്ങിനെ കുറിച്ച് പറയണം. കാരണം ട്യൂബ് ഇല്ലാതെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മനസ്സിൽ കീപ്പ് ചെയ്യുക. NG ഇൻറ്റുബേഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് വെറുതെ NG ഇൻറ്റുബേഷൻ മുഴുവൻ എഴുതാം, അതിൻ്റെ ആർട്ടിക്കിൾസ് മതി. പക്ഷേ നേസോ ഗ്യാസ്ട്രിക് ഫീഡിങ്ങാണ് വരുന്നതെങ്കിൽ NG ഇൻറ്റുബേഷനെ കുറിച്ച് എഴുതിയിട്ട് വേണം ഫീഡിങ് എഴുതാൻ. അപ്പം എല്ലാ സ്റ്റെപ്സും എന്താ പറയുക, പിന്നെയും പ്രിപ്പറേഷൻ ഓഫ് പേഷ്യൻ്റ് എൻവയോൺമെൻറ്റ് ഒന്നും പറയേണ്ട വരത്തില്ല. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് 2 പോർഷനായിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹിയർ ഓൾസോ വി നീഡ് ദ സെയിം എക്യുപ്മെൻറ്റ്സ് ആൻഡ് എക്സ്ട്രാ തിങ്സ് ആർ ഫീഡ്സ് ആൻഡ് വാട്ടർ, ഔൺസ് ഗ്ലാസ്, 50 ml സിറിഞ്ച്. ഫീഡ് നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ, വാട്ടർ അവസാനം ഇത് ട്യൂബ് റിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഔൺസ് ഗ്ലാസ് മെഷർമെൻറ്റിന് വേണ്ടി ഇവിടെ പറഞ്ഞ പോലെ 50 ml സിറിഞ്ച് ഉപയോഗിച്ചാണ് നമ്മൾ ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രൊസീജിയറിന് 2 മെത്തേഡുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിറിഞ്ച് മെത്തേഡ് വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ വൺ. സോ ഫസ്റ്റ് തിങ് വി ഹാവ് ടു ഡു ഇസ് വാഷ് ഹാൻഡ്സ്. അപ്പോൾ എല്ലാ പ്രൊസീജിയറിന് മുമ്പും പിമ്പും വാഷ് ഹാൻഡ്സ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രൊസീജിയർ മനസ്സിലിരിക്കണം. സോ ഹിയർ വാഷ് യുവർ hands, that is the first thing. Okay, we washed our hands, then make sure that the tube is in stomach. അതിന് 3 മെത്തേഡ്സ് നമ്മൾ നേരത്തെ പഠിച്ചു. Then remove spigot, pinch tube to prevent air entry. What is spigot? This is a spigot. ഇത് നമ്മളുടെ NG ട്യൂബിൻ്റെ അടപ്പാണ് ശരിക്കും. പല NG ട്യൂബിലും ഈ സ്പൈഗോട്ട് അതിൻ്റെ ട്യൂബിനോട് കണക്റ്റഡ് ആയിരിക്കും, ചിലതിലത് റിമൂവ്ഡ് ആയിരിക്കും. സ്പൈഗോട്ടിൻ്റെ മാത്രമായിട്ട് ഞാനൊരു പിക്ചർ നിങ്ങളെ കാണിക്കുന്നതാണ്. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് വെക്കുക. അതിന് മുമ്പ് പക്ഷേ ട്യൂബ് നമ്മൾ പിഞ്ച് ചെയ്തിരിക്കും, കാരണം എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ റിമൂവ് പ്ലഞ്ചർ ഫ്രം സിറിഞ്ച് ആൻഡ് കണക്ട് ടു ദ ട്യൂബ്. എന്താണ് ഒരു സിറിഞ്ചിൻ്റെ പ്ലഞ്ചർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് അതിൻ്റെ സിറിഞ്ചിൻ്റെ പാർട്സ് ഒന്ന് കാണാം. ഇതാണ് നമ്മൾ കണ്ടിട്ടുള്ളൊരു സിറിഞ്ച്. അല്ലെങ്കിൽ അതിൻ്റെ പോർഷൻസ് നോക്കുക. ഈ നീഡിലിൻ്റെ ഇതാണ് ഇതിൻ്റെ ഹബ്ബ്. ഇത് നമുക്ക് ആവശ്യമില്ല. ഇതാണ് പ്ലഞ്ചർ. അതായത് ഈ സിറിഞ്ചിൻ്റെ ഈ ബാരൽ എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നമ്മൾ മരുന്നൊക്കെ നിറയ്ക്കുന്ന സ്ഥലത്തിന് ബാരൽ എന്ന് പറയുന്നത് ഈ പുറകോട്ട് വലിക്കുകയും അകത്തോട്ട് തള്ളുകയും ചെയ്യുന്ന സാധനമാണ് പ്ലഞ്ചർ. അപ്പോൾ നമ്മൾ 50 ml സിറിഞ്ച് എടുത്തിട്ടുണ്ട്, അതിൽ വലിയ സിറിഞ്ചാണ്. അതിൻ്റെ ഈ പ്ലഞ്ചർ നമ്മൾ ഊരി മാറ്റുക നമുക്ക് ആവശ്യമേ ഇല്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ബാരലിൻ്റെ പോർഷൻ നമ്മൾ ട്യൂബിലോട്ട് കണക്ട് ചെയ്യും. ആൻഡ് കീപ് ദ സിറിഞ്ച് 12 inches above the patient's head. കണ്ടോ, നമ്മൾ ഇത് ഞാൻ പറഞ്ഞിരുന്നത് സൈഡിൽ പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന പോലെ കണ്ടോ, നമ്മൾ പേഷ്യൻറ്റിൻ്റെ തലയുടെ മുകളിൽ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇതാണ് 50 ml സിറിഞ്ച്. കണ്ടോ, ഇപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കുന്ന ഫീഡ് എന്താ പറയുക, യാതൊരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ നമ്മുടെ ഗ്രാവിറ്റി വഴി തന്നെ താഴെ. അപ്പോൾ പേഷ്യൻറ്റിന് ഒരിക്കലും സ്റ്റൊമക്കിന് ഡിസ്റ്റർബൻസ് വരത്തില്ല, കാരണം അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ്. നമ്മളത് മറ്റേ പ്ലഞ്ചർ വെച്ച് പുഷ് ചെയ്താലോ ഭയങ്കര ഫോഴ്സിൽ ഇത് വയറ്റിലോട്ട് ഒന്ന് അടിച്ചു കൊള്ളും, എന്നിട്ട് അവിടെ ഇഞ്ചുറി വരാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിത് സിറിഞ്ച് ഉയർത്തി വെച്ചിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഫുഡിനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ഫീഡിങ് സ്ലോലി, അവോയ്ഡിങ് എയർ എൻട്രി. അത് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അത് പിഞ്ച് ചെയ്ത് പിടിച്ചുകൊണ്ട്, ട്യൂബ് പിഞ്ച് ചെയ്ത് പിടിച്ചിട്ടാണ് ഇത് സിറിഞ്ച് കണക്ട് ചെയ്ത്. സിറിഞ്ചിൻ്റെ അകത്ത് നമ്മൾ ഫീഡ് ഫില്ല് ചെയ്തിട്ട് മാത്രമുള്ള പിഞ്ച് ചെയ്തേക്കുന്ന പോർഷൻ നമ്മൾ വിടത്തുള്ളൂ. അപ്പം ദർ ഈസ് നോ ചാൻസ് ഓഫ് എയർ എൻട്രി. Then do not force the feed, allow to flow by gravity. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. ആഫ്റ്റർ ഫിനിഷിംഗ് ഫീഡ് ഫ്ലഷ് ദ ട്യൂബ് വിത്ത് 10 ml ഓഫ് വാട്ടർ. അതായത് ഫുഡിൻ്റെ ഓരോ അംശവും നമ്മൾ ട്യൂബിൽ ബാക്കി വെച്ചേക്കരുത്. അപ്പം അത് എന്താ പറയുക, ഈ ട്യൂബ് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫുഡ് കംപ്ലീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ട്യൂബ് നമ്മൾ വാട്ടർ വെച്ച് ഫ്ലഷ് ചെയ്യും.
ദെൻ റിമൂവ് ദ സിറിഞ്ച് ആൻഡ് കണക്ട് സ്പൈഗോട്ട്. അപ്പം നമ്മൾ സിറിഞ്ചിലെ മുഴുവൻ വെള്ളം ഒഴുകി തീരാൻ സമ്മതിക്കത്തില്ല, ഒരു ഇത്തിരി വെള്ളം ബാക്കിയുള്ളപ്പോൾ നമ്മൾ അഗെയിൻ നമ്മൾ ട്യൂബ് പിഞ്ച് ചെയ്യും, സിറിഞ്ച് റിമൂവ് ചെയ്യും, എന്നിട്ട് സ്പൈഗോട്ട് തിരിച്ച് വെച്ച് അടയ്ക്കും. അപ്പോൾ നമ്മൾ ഒട്ടും എയറും അകത്ത് കയറ്റിയിട്ടില്ല. റൈറ്റ്. സെക്കൻഡ് വൺ ഈസ് സിഫോൺ മെത്തേഡ്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും സിഫോൺ മെത്തേഡിനെ കുറിച്ച്? ഹിയർ വി ഇൻമേഴ്സ് ദ ടിപ്പ് ഓഫ് ട്യൂബ് ഇൻ പ്രിപ്പയർഡ് ഫീഡ് ഇമ്മീഡിയറ്റ്ലി ബൈ അവോയ്ഡിങ് എയർ എൻട്രി ആൻഡ് റൈസ് ദ ഫ്ലൂയിഡ് കണ്ടെയ്നർ 12 inches above the patient's head. നമ്മളൊരു പിക്ചറിൻ്റെ സഹായത്തോടെ കണ്ട എളുപ്പത്തിൽ മനസ്സിലാവും. കണ്ടോ, സപ്പോസ് ദിസ് ഈസ് എ പേഷ്യൻറ്റ്, ദിസ് ഈസ് ദ റൈസ് ട്യൂബ് ആൻഡ് ദിസ് ഈസ് ദ ഫീഡ്. കണ്ടോ, നമ്മൾ എയർ എൻട്രി വരാതിരിക്കാൻ വേണ്ടി ട്യൂബിൻ്റെ ഈ ഭാഗം പിഞ്ച് ചെയ്തിട്ട് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ നമ്മളത് ആ പിഞ്ച് ചെയ്തേക്കുന്നത് റിലീസ് ചെയ്യുമ്പം നാച്ചുറലി ഈ മെത്തേഡ് ഉപയോഗിച്ച് ഈ ഫ്ലൂയിഡ് ഇത് കൂടെ ഫ്ലോ ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ഉള്ളിലോട്ട് വെക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പിക്ചറാണ്, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. ദിസ് ഈസ് സിഫോൺ മെത്തേഡ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്യുപ്മെൻറ്റ്സ് കുറവ് മതി, ജസ്റ്റ് ഫീഡ് മതി, പിന്നെന്താ പറയുക, പേഷ്യൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മാക്കിൻറ്റോഷ് വിത്ത് കവർ മതി. ഫീഡ് കയ്യിലുണ്ട്, വേറെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫീഡ് കംപ്ലീറ്റ്ലി ഇപ്പം പിന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും മതി അല്ലേ. അപ്പോൾ ഫീഡ് തീരാറാകുമ്പോൾ നമ്മൾ എഗെയിൻ ട്യൂബ് ഫിഞ്ച് ചെയ്തിട്ട് വെള്ളം നിറച്ച് വെച്ചേക്കുന്ന കണ്ടെയ്നറിലോട്ട് എഗെയിൻ ഈ ടിപ്പ് ഓഫ് ദി ട്യൂബ് ഈസ് ഇമ്മേഴ്സ്ഡ്. അപ്പോൾ അത് വെള്ളം തനിയെ പോയി അതും നമ്മൾ എന്താ പറയുക ഫ്ലഷ് ആയിക്കോളും. അപ്പം നമ്മളതിൻ്റെ എന്താ പറയുക മെഷർമെൻറ്റ് എടുത്ത് വെച്ചിരുന്നത് എത്ര ml ഉണ്ടായിരുന്നു, ഫ്ലൂയിഡും ആസ് വെൽ ആസ് വെള്ളവും, ഇത്രയേ ഉള്ളൂ. ഓക്കെ. ആഫ്റ്റർ കെയർ, ബട്ട് ഇത് കോമൺലി യൂസ് ചെയ്യാറില്ല, നമ്മൾ സിറിഞ്ച് മെത്തേഡാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ കെയർ, റിമൂവ് ദ മാക്കിൻറ്റോഷ് ആൻഡ് ടവൽ, മേക്ക് ദ പേഷ്യൻറ്റ് കംഫർട്ടബിൾ, then replace all the articles, wash hands and do the recording. Then what are the complications? Complications എന്തിലും ഉണ്ടല്ലേ. പൾമണറി ആസ്പിറേഷൻ. എന്താണ് പൾമണറി ആസ്പിറേഷൻ? നമ്മൾ കഴിക്കുന്ന ഫുഡ് ലങ്സിലോട്ട് ആസ്പിറേറ്റ് ചെയ്യുന്നതിനാണ് പൾമണറി ആസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡയറിയ, അതായത് ലൂസ് സ്റ്റൂൾസ്, ട്യൂബ് ഒക്ലൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ട്യൂബ് നന്നായിട്ട് ഫ്ലഷ് ചെയ്തില്ലെങ്കിൽ ട്യൂബ് ഒക്ലൂഡ് ആവാം, അല്ലെങ്കിൽ ട്യൂബിൻ്റെ അറ്റം വയറിൻ്റെ ഉള്ളിൽ കെട്ടുന്ന അറ്റത്ത് ഫുഡിൻ്റെ എന്താ പറയണേ റെമിനിസൻസ് ചെന്ന് അടിഞ്ഞിട്ട് അത് ഒക്ലൂഡ് ആവാം. ദെൻ കോൺസ്റ്റിപ്പേഷൻ, ഡയറിയയുടെ ഓപ്പോസിറ്റാണ് കോൺസ്റ്റിപ്പേഷൻ. ദെൻ അബ്ഡോമിനൽ ക്രാമ്പിംഗ്, വയറിൽ മസിൽ കയറുന്ന പോലത്തെ ഫീലിങ്സ് വരാം. ദെൻ നോസിയ, വൊമിറ്റിംഗ്, ട്യൂബ് ഡിസ്പ്ലേസ്മെൻറ്റ്, ട്യൂബ് ഊരിപ്പോകാം. ദെൻ ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റിയിങ് എന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റൊമക്കിൽ നിന്ന് കോളനിലോട്ട് പോകുന്ന ഫുഡ് ലേറ്റ് ആയിട്ടേ പോകത്തുള്ളൂ, അതിനാണ് ഡിലേഡ് ഗ്യാസ്ട്രിക് എംപ്റ്റി എന്ന് പറയുന്നത്. ദെൻ ഫ്ലൂയിഡ് ഓവർലോഡ്. ഫ്ലൂയിഡ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസീവ് ഫുഡ് വിത്തൗട്ട് എനി എന്താ പറയുക ഇൻ്റർവെൽ ഇല്ലാതെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ അറിയില്ലാത്ത ആളുകൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ പേഷ്യൻറ്റ് വേണ്ടതിൽ ഒരുപാട് ഫുഡ് ഫ്ലൂയിഡ് പേഷ്യൻ്റെ ഉള്ളിൽ ചെല്ലും, അത് ഫ്ലൂയിഡ് ഓവർലോഡിന് കാരണമാകും. അത് പിന്നെ ഫർദർ കോംപ്ലിക്കേഷൻസ് വരും. ഇപ്പം നിങ്ങൾക്ക് ഇന്നത്തെ NG ട്യൂബ് ഇൻസേർഷനും, അതായത് ഇൻറ്റുബേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്, ഇൻറ്റുബേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് ക്യാബേജ് ഓർ ട്യൂബ് ഫീഡിങ് നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ ക്ലാസ് മുഴുവൻ കണ്ടിട്ട് നോട്ടുകൾ എഴുതി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.